ഒരു കാലത്ത് വേൾഡ്സ് ലാർജസ്റ്റ് മോട്ടോർ സൈക്കിൾ മേക്കർ എന്ന ബഹുമതി ലഭിച്ച ഒരേയൊരു മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് അതായിരുന്നു ബർമിംഗ്ഹാം സ്മോൾ ആംസ് കമ്പനി ലിമിറ്റഡ് BSA. സൈന്യത്തിനു വേണ്ടി റൈഫിളുകളും സ്പോർട്സിനായി എയർ ഗണ്ണുകളുടെയും നിർമ്മാണത്തിനായി 1861 BSA ഇംഗ്ലണ്ടിൽ സ്ഥാപിതമാകുന്നു. 25 ഏക്കർ വരുന്ന സ്ഥലത്ത് 1861 ആരംഭിച്ച ബ്രിട്ടീഷ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡിൻ്റെ ഫാക്ടറിയുടെ പണികൾ 1863 പൂർത്തിയാക്കുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാതാക്കളായി BSA ഉയരുന്നു. 1880 കാലഘട്ടത്തിൽ BSA സൈക്കിൾ നിർമ്മാണത്തിലേക്ക് കടക്കുന്നു. അതേസമയം തന്നെ ഓട്ടോ ഡൈ സൈക്കിൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. BSAയുടെ മോട്ടോർ സൈക്കിൾ ഡിവിഷൻ 1903 സ്ഥാപിതമാകുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ സൈക്കിളുകൾ നിർമ്മിച്ചു പോന്നു. 1905 കമ്പനിയുടെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് മോട്ടോർ സൈക്കിൾ നിർമ്മിക്കപ്പെടുന്നു. ഒരു മഹത്തായ ചരിത്രത്തിന് തിരശീല ഉയർത്തിക്കൊണ്ട് BSA മോട്ടോർ സൈക്കിൾ ബ്രാൻഡ് 1910 അവരുടെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ അവതരിപ്പിക്കുന്നു. സിംഗിൾ പോർട്ട് മോട്ടോറിൽ നിന്നും ഒരു ബെൽറ്റ് ഡ്രൈവ് വഴി റിയർ വീലിലേക്ക് എത്തിച്ചു നൽകിയ BSA 3.5 HP മോട്ടോർ സൈക്കിളിൻ്റെ പവർ ഔട്ട്പുട്ട് 3.45 bhp ആയിരുന്നു. 1910 ലണ്ടനിൽ നടന്ന ഒളിമ്പിയ ഷോയിൽ പ്രദർശിപ്പിച്ച മോട്ടോർ സൈക്കിൾ അടുത്ത 3 വർഷത്തേക്കുള്ള മുഴുവൻ ഉൽപ്പാദനവും വിറ്റുതീർന്നതോടെ BSA മോട്ടോർ സൈക്കിൾ വിജയക്കൊടി പാറിക്കുന്നു. ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ട 1914 കാലഘട്ടം. ആയുധ നിർമ്മാണത്തിൽ കഴിവ് തെളിയിച്ചിരുന്ന BSA ബ്രിട്ടീഷ് സൈന്യത്തിന് ആയുധങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 1.5 മില്യൺ റൈഫിളുകളും 145 ലൂയിസ് മെഷീൻ ഗണ്ണുകളും, ലോകത്തിലെ ആദ്യത്തെ ഫോൾഡബിൾ സൈക്കിൾ, മെഷീൻ ടൂളുകൾ, തോക്ക് ലോക്കുകൾ, ഷെല്ലുകൾ എന്നിവ ഗ്രേറ്റ് വാർ പിന്തുണയ്ക്കുന്നതിനായി BSA നിർമ്മിക്കുന്നു. കൂടാതെ 1910 BSA വാങ്ങിയ ഡെയിംലർ നിർമ്മിച്ച സ്റ്റാഫ് കാറുകളും ആംബുലൻസുകളും വാണിജ്യ വാഹനങ്ങളും ഉണ്ടായിരുന്നു. 1918 യുദ്ധം അവസാനിച്ചപ്പോൾ BSA മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കുന്നതിലേക്ക് തിരിച്ചു വരുന്നു. വളരെ അഫോർഡബിൾ ആയിരുന്നതുകൊണ്ട് തന്നെ BSAയുടെ പോപ്പുലാരിറ്റി വീണ്ടും വർദ്ധിക്കുന്നു. അതിനു പുറമെ മത്സരത്തിനും സ്ട്രീറ്റ് റേസിങ്ങിനുമുള്ള റേസർമാരുടെ ഒരു ജനപ്രിയ മോട്ടോർ സൈക്കിളായി BSA മാറിക്കഴിഞ്ഞിരുന്നു. 1919 ആദ്യത്തെ V-Twin മോഡൽ പുറത്തിറക്കിയതോടെ കമ്പനി വളരെയധികം സക്സസ് ആകുന്നു. മോഡൽ E എന്ന് വിളിക്കപ്പെടുന്ന മോട്ടോർ സൈക്കിളിന് 50 ഡിഗ്രി സൈഡ് വാൽവിനൊപ്പം 770 cc എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നത്. 7 പ്ലേറ്റ് ക്ലച്ച്, 3 സ്പീഡ് ഗിയർ ബോക്സ് എന്നിവയുള്ള ആ മോട്ടോർ സൈക്കിളിന് ഒരു ചെയിൻ ഫൈനൽ ഡ്രൈവും മുൻവശത്ത് ഒരു സ്പ്രങ് കാൻഡിലിവർ ഫോർക്കുമുണ്ടായിരുന്നു. യുദ്ധസമയത്ത് നിരവധി വിമാനങ്ങൾ നിർമ്മിച്ചിരുന്ന BSA യുദ്ധം അവസാനിച്ചപ്പോൾ 1920 എയർകോ എയർക്രാഫ്റ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ആസ്തികൾ ഏറ്റെടുക്കുന്നു. വിമാനങ്ങൾ നിർമ്മിക്കാൻ BSAയ്ക്ക് ഉദ്ദേശ്യമില്ലായിരുന്നെങ്കിലും എയർകോയുടെ ചീഫ് ഡിസൈനറുമായി ചേർന്ന് കമ്പനി 1921 ഒരു V-Twin എഞ്ചിനുള്ള കാർ അവതരിപ്പിച്ചുകൊണ്ട് കാർ നിർമ്മാണ വ്യവസായത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം 3 വീൽ ആൻഡ് 4 വീൽ കാറുകളും നിർമ്മിക്കുന്നു. 1929 4 സിലിണ്ടർ എഞ്ചിനുകളുള്ള കാറുകളും പ്രൊഡക്ഷൻ നടത്തുന്നു. പിന്നീട് 1931 ബ്രിട്ടീഷ് സൈന്യത്തിന് കരാർ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ലാഞ്ചസ്റ്റർ മോട്ടോർ കമ്പനിയും BSA ഏറ്റെടുക്കുന്നു. ആ സമയത്ത് BSA മോട്ടോർ സൈക്കിളുകളുടെ ഉൽപ്പാദനം കൂടുതൽ വിപുലീകരിക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നതുവരെ V-Twin സീരീസിലെ മോഡൽ E 985 cc G30, G35, 985 cc G14 എന്നിവയുൾപ്പെടെ നിരവധി മോട്ടോർ സൈക്കിളുകളും സിംഗിൾ സിലിണ്ടറുള്ള 249 cc, 348 cc, 349 cc, 499 cc B സീരീസ് മോട്ടോർ സൈക്കിളുകളും 349 cc, 496 cc, 596 cc, 591 cc M സീരീസ് മോട്ടോർ സൈക്കിളുകളും BSA നിർമ്മിക്കുന്നു. 250 cc C സീരീസ് മോട്ടോർ സൈക്കിളുകളും BSA നിർമ്മിക്കാൻ തുടങ്ങുന്നു. 1938 499 cc ഓവർഹെഡ് വാൽവ് എഞ്ചിനുള്ള ആദ്യത്തെ M24 ഗോൾഡ് സ്റ്റാർ അവതരിപ്പിക്കുന്നു. ഗോൾഡ് സ്റ്റാറിൻ്റെ നിർമ്മാണം വർഷങ്ങളോളം അവർ തുടർന്നു. പിന്നീട് 348 cc എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള മോട്ടോർ സൈക്കിളുകളും നിർമ്മിക്കുന്നു. റേസിംഗ്, മോട്ടോക്രോസ്, ട്രെയിൽസ്, സ്ക്രാമ്പിൾസ്
എൻഡ്യൂറൻസ് റേസുകൾ തുടങ്ങിയ മോട്ടോർ സ്പോർട്ടിൻ്റെ വിവിധ രൂപങ്ങളിൽ ഗോൾഡ് സ്റ്റാർ വളരെയധികം വിജയം കാണുന്നു. സെക്കൻഡ് വേൾഡ് വാർ 1939 മുതൽ 1945 വരെ നീണ്ടുനിന്ന രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഒന്നാം ലോകമഹായുദ്ധാനന്തരം കമ്പനി വികസിപ്പിച്ച സാങ്കേതിക വിദ്യകളും മെഷീൻസും ഉപയോഗിച്ച് ബ്രിട്ടന്റെ സൈനിക സേനയ്ക്കായി ആയുധങ്ങളും മറ്റ് വെടിക്കോപ്പുകളും നിർമ്മിക്കുന്നതിൽ BSA വീണ്ടും സജീവമാകുന്നു. സൈന്യത്തിനു വേണ്ടി മൊത്തം 1,66,334 M20 മോട്ടോർ സൈക്കിളുകൾ BSA നിർമ്മിച്ചു നൽകുന്നു. സൈഡ് കാർ അറ്റാച്ച്മെൻറ്റുള്ള സ്ട്രോങ് ഫ്രെയിം ചെയ്ത മോഡലായിരുന്നു M20. 13 bhp പവർ ഔട്ട്പുട്ടുള്ള 496 cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് 4 സ്ട്രോക്ക് സൈഡ് വാൽവ് മോട്ടോറായിരുന്നു ഇതിന് കരുത്ത് പകർന്നിരുന്നത്. മോട്ടോറിൻ്റെ കുറഞ്ഞ കംപ്രഷൻ ലേഔട്ടും വ്യത്യസ്തമായ 4 സ്പീഡ് ഗിയർ ബോക്സും കാരണം M20 വളരെയധികം ലോ എൻഡ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ഇത് ഏറ്റവും ദുർഘടം പിടിച്ച സ്ഥലങ്ങളിലൂടെ അനായാസം റൈഡ് ചെയ്യുവാൻ സഹായിച്ചു. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് അവരുടെ സമ്പദ് വ്യവസ്ഥയെ യുദ്ധം ബാധിച്ചതിനാൽ വില കുറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായതിനാൽ മോട്ടോർ സൈക്കിളുകളുടെ ആവശ്യം വീണ്ടും വർദ്ധിക്കുന്നു. 1950 ട്രയംഫ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിനെ BSA ഏറ്റെടുക്കുന്നു. BSAയുടെ കുടക്കീഴിലുള്ള മറ്റ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡുകൾക്കൊപ്പം BSA ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറർ ആയി മാറുന്നു. വില കുറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ്റെ ആവശ്യകത കൂടിയപ്പോൾ BSA ജർമ്മൻ DKW RT125 നിന്ന് ഡിറൈവ് ചെയ്ത 125 cc മുതൽ 175 cc വരെ ഡിസ്പ്ലേസ്മെൻറ്റുകളുള്ള എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് എഞ്ചിനുള്ള മോട്ടോർ സൈക്കിളായ ബാൻഡം സീരീസിലുള്ള മോഡലുകൾ നിർമ്മിക്കുന്നു. ബാൻഡം സീരീസിലെ എല്ലാ മോട്ടോർ സൈക്കിളുകളും സിംഗിൾ സിലിണ്ടർ 2 സ്ട്രോക്ക് എഞ്ചിനുള്ളവയായിരുന്നു. ഏതാണ്ട് 5 ലക്ഷത്തിന് മുകളിലായി ബാൻഡം സീരീസ് മോട്ടോർ സൈക്കിളുകളുടെ ഉൽപ്പാദനം നടത്തിയതായി പറയപ്പെടുന്നു. 1953 BSA മോട്ടോർ സൈക്കിൾസ് ലിമിറ്റഡ് BSA സൈക്കിൾസ് ലിമിറ്റഡിൽ നിന്ന് വേർപിരിയുന്നു. US മാർക്കറ്റ് ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് BSA ട്രയംഫ് മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്തു. വളരെ പോപ്പുലറായ BSAയുടെ അങ്ങേയറ്റം ബിൽഡ് ക്വാളിറ്റിയുള്ള മോട്ടോർ സൈക്കിളുകൾ വലിയ സക്സസ് ആകുന്നു. ആ ഒരു ജനപ്രീതി കമ്പനിക്ക് ക്വീൻസ് അവാർഡ് നേടിക്കൊടുക്കുവാൻ ഇടയാക്കുന്നു. കയറ്റുമതിയിൽ ഭൂരിഭാഗവും BSA ആയതിനാൽ അവരുടെ മോട്ടോർ സൈക്കിളുകൾ പെട്രോളിംഗ് ചുമതലകൾക്കായി വേൾഡ് വൈഡുള്ള പോലീസ് ഫോഴ്സിനിടയിൽ വലിയ പ്രചാരം നൽകുന്നു. BSA 3 സിലിണ്ടർ എഞ്ചിൻ മോട്ടോർ സൈക്കിളുകൾ അവതരിപ്പിക്കുന്നു. പെർഫോമൻസും ടഫ് ടെറൈൻസിൽ കൂടെ അനായാസം ഓടിക്കാനുള്ള കേപ്പബിലിറ്റി BSAയ്ക്ക് വീണ്ടും ജനപ്രീതി നൽകുന്നു. A10 റോക്കറ്റ് ഗോൾഡ് സ്റ്റാർ 650 cc നിർമ്മിക്കുന്നു. ഇത് ഗോൾഡ് സ്റ്റാർ ഫ്രെയിമിൽ പ്രത്യേകം ട്യൂൺ ചെയ്ത സൂപ്പർ റോക്കറ്റ് US-ൽ ഗോൾഡ് സ്റ്റാർ ട്വിൻ എന്നറിയപ്പെടുന്നു. 1965 ആയപ്പോഴേക്കും ജാപ്പനീസ് കമ്പനികളായ ഹോണ്ട, യമഹ, സുസുക്കി, യൂറോപ്യൻ ബ്രാൻഡുകളായ ജാവ, ബുൾട്ടാക്കോ, ഹ്യുസ്ക്വാന എന്നീ ബ്രാൻഡുകളുടെ കനത്ത കോമ്പറ്റീഷൻ BSAയുടെ മാർക്കറ്റ് ഷെയർ ഇല്ലാതാക്കുന്നു. ആളുകൾക്കിടയിൽ മോട്ടോർ സൈക്കിളുകളേക്കാൾ സ്കൂട്ടറുകളും മോപ്പഡുകളും കൂടുതൽ പ്രചാരത്തിലായതോടെ മോട്ടോർ സൈക്കിളുകൾ കൂടുതലായി നിർമ്മിച്ചിരുന്ന BSAയ്ക്ക് ആ വെല്ലുവിളികളെ നേരിടാൻ കഴിയാതെ വന്നപ്പോൾ BSA എന്ന ബ്രാൻഡിന് പതിയെ മങ്ങലേൽക്കുവാൻ തുടങ്ങുന്നു. C15 നിന്ന് വികസിപ്പിച്ച ഉയർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന 250 cc B25 സ്റ്റാർഫയർ മോഡൽ, സ്റ്റാർഫയറിൽ നിന്ന് വികസിപ്പിച്ച ഓഫ് റോഡ് ഓയിൽ ഇൻ ഫ്രെയിം വിക്ടർ ട്രെയിൽ 250 തുടങ്ങിയ മോട്ടോർ സൈക്കിളുകൾ നിർമ്മിക്കുന്നു. 1969 750 cc, 1971 500 cc B50SS ഗോൾഡ് സ്റ്റാർ, A75R റോക്കറ്റ് 3 750 cc എഞ്ചിനൊപ്പം 5 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള A75RV റോക്കറ്റ് 3 മോഡേൺ ഫീച്ചറുകളുള്ള 3 സിലിണ്ടർ എഞ്ചിൻ മോട്ടോർ സൈക്കിളുകൾ BSA അവതരിപ്പിക്കുന്നു. 1972 അക്കാലത്തെ മോസ്റ്റ് പവർഫുൾ ആൻഡ് ഫീച്ചർ ലോഡഡ് മോട്ടോർ സൈക്കിളായിരുന്ന A75RV റോക്കറ്റ് 3 വിപണി തിരിച്ചുപിടിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും BSAയ്ക്ക് കാര്യമായ വിജയം നേടുവാൻ സാധിക്കാതെ വരുന്നു. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ തുടിപ്പ് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട BSAയുടെ മാനേജ്മെൻറ്റ് ജാപ്പനീസ് മോട്ടോർ സൈക്കിളുകൾക്കെതിരെ മാർക്കറ്റിൽ കിടപിടിക്കുവാൻ പുതിയ ഡെവലപ്മെൻറ്റുകൾ നടത്തിയെങ്കിലും BSAയ്ക്ക് കനത്ത നഷ്ടം നേരിടേണ്ടി വരുന്നു. ഭീമമായ നഷ്ടം നേരിട്ട BSA 1973 ഒരു വേനൽക്കാല സമയത്ത് പാപ്പരത്വത്തിനായി ഫയൽ ചെയ്യുന്നു. അങ്ങനെ നീണ്ട 63 വർഷത്തെ BSA മോട്ടോർ സൈക്കിൾ ലിമിറ്റഡ് എന്ന ഐക്കോണിക് ബ്രാൻഡിന് അന്നവിടെ തിരശ്ശീല വീഴുന്നു.
പിന്നീട് വർഷങ്ങളോളം BSA മോട്ടോർ സൈക്കിൾസ് ലിമിറ്റഡ് എന്ന ഐക്കോണിക് ബ്രാൻഡ് ജനശ്രദ്ധയിൽ നിന്നും പുറത്തായിരുന്നു. അതിനുശേഷം 2016 മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ഉപസ്ഥാപനമായ ക്ലാസിക് ലെജൻഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് BSA ബ്രാൻഡ് ഏറ്റെടുക്കുന്നു. BSA 2021 വീണ്ടും അവരുടെ സംരംഭം യൂറോപ്പിലും UK-യിലും ഉടനീളമുള്ള 23 രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. റെട്രോ ക്ലാസിക് സെഗ്മെൻറ്റിൽ ഉള്ള പഴയ മോഡലുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഏറ്റവും പുതിയ മോഡലായ BSA ഗോൾഡ് സ്റ്റാർ 2021 വികസിപ്പിച്ചെടുക്കുന്നു. 44 bhp പവറും 55 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മോഡേൺ 652cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ മോഡലിന് കരുത്തു പകരുന്നത്. ക്ലാസിക് സ്റ്റൈലിങ്ങും മോഡേൺ എഞ്ചിനീയറിംഗും ഫീച്ചർ ചെയ്യുന്ന BSA ഗോൾഡ് സ്റ്റാർ 650 ക്ലാസിക് ലെജൻഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈ വർഷം ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നു. 2024 ഓഗസ്റ്റ് 15 ലോക മോട്ടോർ സൈക്കിൾ ചരിത്രത്തിൻ്റെ താളുകളിൽ കുറിക്കപ്പെട്ട ഐതിഹാസിക ഇരുചക്രവാഹന ബ്രാൻഡ്. സ്വാതന്ത്ര്യത്തിന് മുൻപേ പിറന്നവൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പുതുപ്പിറവിയെടുക്കുന്നു.